തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണം അഥവാ SIR ആദ്യഘട്ടമായ എന്യൂമറേഷൻ വിവരശേഖരണം പൂർത്തിയായി കരട് വോട്ടർ പട്ടിക പുറത്തിറങ്ങുന്നതോടെ കേരളത്തിലെ നിലവിലെ വോട്ടർ പട്ടികയിൽ നിന്ന് 5 ലക്ഷം പേർ പുറത്താകുമെന്നാണ് കണക്ക്. 5 ലക്ഷത്തിൽ അധികം ആളുകൾ നിലവിലെ നിയമസഭാ വോട്ടർ പട്ടികയിൽ നിന്ന് പുറത്താകുമെന്ന് കഴിഞ്ഞ ദിവസം മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ പുറത്തിറക്കിയ വാർത്താക്കുറിപ്പിൽ വ്യക്തമാക്കുന്നുണ്ട്. എന്യൂമറേഷൻ ഫോം വിതരണം ചെയ്യുന്നതിന് അന്വേഷിച്ചിട്ടും കണ്ടെത്താനാകാത്ത വോട്ടർമാരുടെ എണ്ണമാണ് തെരഞ്ഞെടുപ്പ് ഓഫീസർ പുറത്തുവിട്ട കണക്കിലുള്ളത്. ആകെയുള്ള 2.78 കോടി വോട്ടർമാരിൽ 5,01,876 പേരെ ഇതുവരെ കണ്ടെത്താനായില്ല എന്നാണ് കണക്ക്. വിതരണം ചെയ്ത എന്യൂമറേഷൻ ഫോമുകൾ പൂരിപ്പിച്ച് തിരിച്ചെത്തിയവ ഡിജിറ്റൈസ് ചെയ്യുന്ന നടപടികളും പുരോഗമിക്കുകയാണ്. ഇതുവരെ ആകെ 1,61,40,137 ഫോമുകൾ ഡിജിറ്റൈസിംഗ് പൂർത്തിയാക്കിയിട്ടുണ്ട്. ഇവയെല്ലാം കണക്കിലെടുത്താണ് പുറത്താകുന്ന 5 ലക്ഷത്തിൽ അധികം പേരുടെ റിപ്പോർട്ട് മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ പുറത്തുവിട്ടിരിക്കുന്നത്. അതിനിടയിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ സമൂഹ മാധ്യമങ്ങളിൽ SIRമായി ബന്ധപ്പെട്ട് തെറ്റിദ്ധാരണ പരത്തുന്ന ചില വീഡിയോകൾ ആളുകൾ പ്രചരിപ്പിച്ചിരുന്നു. SIR എന്യൂമറേഷൻ ഫോമിൽ നൽകിയിട്ടുള്ള ഫോൺ നമ്പർ ഒരു കെണിയായി മാറുമെന്നും ദുരുപയോഗം ചെയ്യപ്പെടും എന്നുമുള്ള പ്രചാരണമാണ് വലിയ രീതിയിൽ സമൂഹ മാധ്യമങ്ങളിൽ നടന്നത്. ഇതുമായി ബന്ധപ്പെട്ട ഒരു പോസ്റ്റർ ഇങ്ങനെയായിരുന്നു: SIR ഫോമിൽ പൂരിപ്പിച്ചു നൽകിയിട്ടുള്ള ഫോൺ നമ്പറിലേക്ക് കോൾ വരുമെന്നും മൊബൈലിൽ വരുന്ന OTP നൽകാൻ ആവശ്യപ്പെടുന്നതുമായാണ് പോസ്റ്ററിലുള്ളത്. അത്തരത്തിൽ ഒരു കോൾ വന്ന് OTP ആവശ്യപ്പെട്ടാൽ അത് കൈമാറരുതെന്ന സൈബർ സെല്ലിന്റെ മുന്നറിയിപ്പ് എന്ന അവകാശവാദത്തോടെയാണ് പോസ്റ്ററുകൾ സമൂഹ മാധ്യമങ്ങളിൽ വ്യാപകമായി പ്രചരിച്ചത്. എന്നാൽ ഈ പോസ്റ്റർ വ്യാജമായി ആരോ തയ്യാറാക്കി അയച്ചതാണ് എന്ന കാര്യം വ്യക്തമായി. സാധാരണഗതിയിൽ പോലീസോ സൈബർ സെല്ലോ ഇത്തരം പോസ്റ്ററുകൾ തയ്യാറാക്കി ഷെയർ ചെയ്യുന്ന സമയം കേരള പോലീസിന്റെ ഔദ്യോഗിക ലോഗോയും ചേർക്കാറുണ്ട്. എന്നാൽ ഇപ്പോൾ പ്രചരിച്ച കാർഡിൽ പ്രത്യേക മുന്നറിയിപ്പ് സൈബർ സെൽ എന്ന് മാത്രമാണ് നൽകിയിരിക്കുന്നത്. ഇതുതന്നെ പോസ്റ്റർ വ്യാജമാണ് എന്നതിലേക്കാണ് വിരൽ ചൂണ്ടിയത്. അതുമാത്രമല്ല, കേരള പോലീസിന്റെ ഔദ്യോഗിക പേജുകളിലും പോസ്റ്ററുകൾ പങ്കുവെക്കാറുണ്ട് എങ്കിലും പേജുകളിലൊന്നും ഇത്തരം പോസ്റ്റർ പ്രദർശിപ്പിച്ചിട്ടേയില്ല. സൈബർ ഓപ്പറേഷൻസ് വിഭാഗത്തിൽ നിന്ന് ഇത്തരത്തിലൊരു സന്ദേശം നൽകിയിട്ടില്ല എന്നും ഔദ്യോഗിക സന്ദേശമാണ് എങ്കിൽ പോലീസിന്റെ ലോഗോയ്ക്ക് ഒപ്പമാകും ഈ മുന്നറിയിപ്പ് നൽകുക എന്നും പോലീസ് ഉദ്യോഗസ്ഥർ പറയുന്നു. ഇതോടെ ഈ പ്രചരിക്കുന്ന പോസ്റ്റർ വ്യാജമാണ് എന്ന് വ്യക്തമായിരിക്കുകയാണ്. അതേസമയം പൂരിപ്പിച്ച SIR ഫോമുകൾ തിരികെ സമർപ്പിക്കാൻ ഇനി അധികം സമയപരിധി ഉണ്ടാകില്ല. SIR നിർത്തിവെക്കുമോ എന്ന് കേരളം ഉറ്റുനോക്കുന്നുണ്ടായിരുന്നു. എന്നാൽ SIR നിർത്തിവെക്കണമെന്ന ഹർജി പരിഗണിക്കുന്നത് സുപ്രീം കോടതി നീട്ടിവെച്ചിട്ടുള്ളത് ഡിസംബർ 2-ാം തീയതിയിലേക്കാണ്. ഇതോടെ എന്യൂമറേഷൻ ഫോമുകൾ ഡിസംബർ 4-നകം തിരികെ നൽകേണ്ടി വരും. കാരണം ഹർജി പരിഗണിക്കുന്നത് സുപ്രീം കോടതി ഡിസംബർ 2-ലേക്ക് മാറ്റിയത് ഒരർത്ഥത്തിൽ SIR നിർത്തിവെക്കണമെന്ന ആവശ്യത്തിന് തിരിച്ചടിയാണ്. SIR നടപടിക്ക് സ്റ്റേ ഇല്ലാത്തതുകൊണ്ട് തന്നെ വിവരശേഖരണ നടപടികൾ മുൻ തീരുമാനപ്രകാരം ഡിസംബർ 4-നകം തന്നെ തീർക്കേണ്ടിയും വരും. എന്യൂമറേഷൻ ഫോമുകൾ അതിനകം പൂരിപ്പിച്ചു നൽകാത്തവർ വോട്ടർ പട്ടികയിൽ നിന്ന് പുറത്താകുന്ന സാഹചര്യവും ഉണ്ടാകും. എന്യൂമറേഷൻ ഫോം ഇനിയും പൂരിപ്പിച്ചു നൽകാത്തവർ താമസമില്ലാതെ അത് പൂരിപ്പിച്ചു നൽകാൻ സമ്മർദ്ദമേറുകയാണ്. ഡിസംബർ 2-നകം കണക്കുകൾ തെരഞ്ഞെടുപ്പ് കമ്മീഷന് ലഭ്യമാക്കേണ്ടി വരും. അങ്ങനെ വരുമ്പോൾ നവംബർ അവസാനിക്ക് മുൻപ് ഫോമുകൾ നൽകാത്തവർ പട്ടികയിൽ നിന്ന് പുറത്താകുന്ന സ്ഥിതിയാണ് ഉണ്ടാകുക. എന്യൂമറേഷൻ നടപടികൾ സംബന്ധിച്ച് ഇപ്പോൾ നടക്കുന്ന നടപടിക്രമം ഡിജിറ്റൈസേഷനാണ്. ഫോം തിരികെ വാങ്ങലിനപ്പുറം ഡിജിറ്റൈസേഷനാണ് കമ്മീഷൻ മുഖ്യ പരിഗണന നൽകുന്നത്. ഇതുവരെ ഫോം ലഭിക്കാത്തവർക്ക് തന്റെ പേര് പട്ടികയിൽ ഉണ്ടോ എന്ന് പരിശോധിച്ച് ഉറപ്പുവരുത്തി ഓൺലൈനായും എന്യൂമറേഷൻ ഫോം പൂരിപ്പിച്ചു നൽകാനാകും. അതിനൊപ്പം തന്നെ നിലവിൽ ഫോം BLOമാരെ പൂരിപ്പിച്ച് ഏൽപ്പിച്ചവർക്ക് അത് സൈറ്റിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ടോ എന്ന് സ്വയം പരിശോധിച്ച് ഉറപ്പുവരുത്താനും സാധിക്കും. പൂരിപ്പിച്ച് സമർപ്പിച്ച ഫോമുകൾ വളരെ ലളിതമായ 6 നടപടിക്രമങ്ങളിലൂടെ ആർക്കും എപ്പോൾ വേണമെങ്കിലും തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ വെബ്സൈറ്റിൽ കയറി പരിശോധിക്കാനാകും. ഇതുമായി ബന്ധപ്പെട്ട കാര്യം കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ കൃത്യമായി സൂചിപ്പിച്ചിരുന്നു. ഒരിക്കൽ കൂടി ഇത് അറിയാത്തവർക്കായി വീണ്ടും പറയാം. ഇതിന് ആദ്യമായി ചെയ്യേണ്ടത് voters.eci.gov.in എന്ന തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ വെബ്സൈറ്റിൽ കയറലാണ്. ഈ ലിങ്കിൽ കയറിയാൽ ചെന്നെത്തുക കമ്മീഷന്റെ വെബ്സൈറ്റിന്റെ ഹോം പേജിലായിരിക്കും. ഈ പേജിൽ എന്യൂമറേഷൻ ഫോമിന്റെ പേജിലേക്കുള്ള മറ്റൊരു ലിങ്ക് കാണും. ഫിൽ എന്യൂമറേഷൻ ഫോം എന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്താൽ ലോഗിൻ ചെയ്യാനുള്ള പേജ് തുറന്നു വരും.
നിലവിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ളവരാണ് എങ്കിൽ ലോഗിൻ ചെയ്യാൻ മൊബൈൽ നമ്പർ നൽകി മൊബൈലിൽ വരുന്ന OTP എൻ്റർ ചെയ്താൽ എന്യൂമറേഷൻ ഫിൽ എന്ന പേജിലേക്ക് കയറാൻ സാധിക്കും. ഇനി നിലവിൽ രജിസ്റ്റർ ചെയ്തിട്ടില്ലാത്ത വോട്ടറാണ് എങ്കിൽ ഫിൽ എന്യൂമറേഷൻ എന്ന ലിങ്കിൽ കയറി ലോഗിൻ പേജിലേക്ക് എത്തുമ്പോൾ തന്നെ അതേ പേജിൽ ലോഗിൻ എന്നതിനൊപ്പം സൈൻ അപ്പ് എന്ന മറ്റൊരു ഓപ്ഷനും ലഭിക്കും. പുതിയ ഉപയോക്താക്കൾ സൈൻ അപ്പ് ലിങ്കിൽ ക്ലിക്ക് ചെയ്താണ് രജിസ്റ്റർ ചെയ്യേണ്ടത്. ഇതിനായി നിങ്ങളുടെ മൊബൈൽ നമ്പരും ഇമെയിൽ ഐഡിയും അത്യാവശ്യമാണ്. സൈൻ അപ്പ് ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് കയറുന്നതോടെ മൊബൈൽ നമ്പരും ഇമെയിൽ ഐഡിയും ഒപ്പം ക്യാപ്ചയും നൽകാൻ ആവശ്യപ്പെടും. ഈ ക്യാപ്ച എന്താണെന്ന് പലരും സംശയം ചോദിച്ചിട്ടുണ്ട്. സ്ക്രീനിൽ നിങ്ങൾക്ക് കാണാം, ഈ ഭാഗമാണ് ക്യാപ്ച എന്ന് പറയുന്നത്. ഇതിൽ എഴുതിയിരിക്കുന്ന ഈ ലെറ്ററുകളാണ് ഇപ്പുറത്തെ ബോക്സിൽ പൂരിപ്പിക്കേണ്ടത്. ഇതിനെയാണ് ക്യാപ്ച എന്ന് പറയുന്നത്. ഇവ നൽകുന്നതോടെ പേര് നൽകി OTP റിക്വസ്റ്റ് ചെയ്യാൻ ആവശ്യപ്പെടും. ഈ OTP കൂടി നൽകുന്നതോടെ രജിസ്ട്രേഷൻ പൂർത്തിയായി. ഇനി ഫിൽ എന്യൂമറേഷൻ ഫോം എന്നതിലേക്ക് തന്നെ മടങ്ങുക. ഇവിടെ മൊബൈൽ നമ്പരും OTP നൽകി ലോഗിൻ ചെയ്യുന്നതോടെ നിങ്ങളുടെ പേര് മുകളിൽ ദൃശ്യമാകും. ഫിൽ എന്യൂമറേഷൻ ഫോം എന്നതിൽ വീണ്ടും ക്ലിക്ക് ചെയ്യുമ്പോൾ സംസ്ഥാനം തിരഞ്ഞെടുക്കാൻ ഒരു ഓപ്ഷനും എപ്പിക് നമ്പർ ആവശ്യപ്പെടുന്ന ഒരു ബോക്സും ദൃശ്യമാകും. ഈ ബോക്സിൽ വോട്ടർ തിരിച്ചറിയൽ കാർഡിന്റെ നമ്പറായ എപ്പിക് നമ്പർ നൽകി ഫോം സെർച്ച് ചെയ്യണം. ഈ സമയം തന്നെ നിങ്ങളുടെ ഫോമിന്റെ സ്റ്റാറ്റസ് പ്രദർശിപ്പിക്കപ്പെടും. ഫോം അപ്ലോഡ് ചെയ്തിട്ടുണ്ട് എങ്കിൽ നിങ്ങളുടെ ഫോം ഇതിനകം നിങ്ങളുടെ മൊബൈൽ നമ്പറിൽ സമർപ്പിച്ചിട്ടുണ്ട് എന്ന സന്ദേശം നിങ്ങളുടെ മൊബൈൽ നമ്പർ സഹിതം സ്ക്രീനിൽ കാണാൻ സാധിക്കും. അതായത് നിങ്ങളുടെ ഫോം BLO അപ്ലോഡ് ചെയ്തിട്ടുണ്ട് എന്നാണ് ഇതിനർത്ഥം. ഇനി അഥവാ അപ്ലോഡ് ചെയ്തിട്ടില്ല എങ്കിൽ അത്തരമൊരു സന്ദേശം ദൃശ്യമാകില്ല. പകരം പുതിയ ഒരു ഹോം പേജ് തുറന്നു വന്നേക്കാം. ഇനി ഒരുപക്ഷെ നിങ്ങൾ ഇതുവരെ ഇത് ഫിൽ ചെയ്തിട്ടില്ല എങ്കിൽ ഓൺലൈനായി പൂരിപ്പിക്കാനും എളുപ്പമാണ്. എന്നാൽ അതോടൊപ്പം അതിൻ്റെ നടപടിക്രമങ്ങൾ അല്പം സങ്കീർണവുമാണ്. ഓൺലൈനായി ഫോം പൂരിപ്പിക്കാൻ വോട്ടർ IDയിലെയും ആധാറിലെയും പേരുകൾ ഒന്നാണോ എന്ന് ഉറപ്പാക്കുകയാണ് ആദ്യം ചെയ്യേണ്ടത്. വോട്ടർ ID മൊബൈൽ നമ്പറുമായി ബന്ധിപ്പിച്ചിരിക്കേണ്ടതും അത്യാവശ്യമാണ്. ഇനി അഥവാ മൊബൈൽ നമ്പർ വോട്ടർ IDയുമായി ബന്ധിപ്പിച്ചിട്ടില്ല എങ്കിൽ ഫോം 8 ഉപയോഗിച്ച് വോട്ടർ IDയും മൊബൈൽ നമ്പരും ബന്ധിപ്പിക്കണം. voters.eci.gov.in എന്ന സൈറ്റിൽ ലോഗിൻ ചെയ്ത് കറക്ഷൻ ഓഫ് എൻട്രീസ് ഫിൽ ഫോം 8 to get epic with അപ്ഡേറ്റഡ് ഓർ റീപ്ലേസ്മെന്റ് ഓർ മാർക്കിംഗ് ഓഫ് PWD എന്ന ഓപ്ഷൻ തിരഞ്ഞെടുക്കുക. ഏത് വോട്ടർ IDയുമായാണോ മൊബൈൽ നമ്പർ ബന്ധിപ്പിക്കേണ്ടത് ആ ID തിരഞ്ഞെടുത്ത് അപ്ലിക്കേഷൻ ഫോർ കറക്ഷൻ ഓഫ് എൻട്രീസ് ഇൻ എക്സിസ്റ്റിംഗ് ഇലക്ടോറൽ റോൾ എന്ന വിഭാഗത്തിൽ മൊബൈൽ നമ്പർ ടിക്ക് ചെയ്ത് ഫോൺ നമ്പർ ആഡ് ചെയ്യുക. അപേക്ഷ സബ്മിറ്റ് ചെയ്താൽ അത് പൂർത്തിയാകും. വോട്ടർമാർക്ക് സ്വന്തം ഓൺലൈൻ ഫോം മാത്രമേ പൂരിപ്പിക്കാൻ സാധിക്കൂ. കാരണം ഫോമുകൾ സൈൻ ചെയ്യേണ്ടതുണ്ട്. എപ്പിക് 2025 പേരും ആധാർ ഉപയോഗിക്കുന്ന സൈൻ ടൂളിലെയും പേരും കൃത്യമായി ഒരുപോലെയായിരിക്കണം. ഫോം സൈൻ വഴി മാത്രമേ സമർപ്പിക്കാനാകൂ എന്ന് ശ്രദ്ധിക്കണം. ഈ വ്യവസ്ഥകളിൽ ഉൾപ്പെടാത്ത വോട്ടർമാർ BLOമാർ മുഖേനയാണ് ഫോം സമർപ്പിക്കേണ്ടത്. ഓൺലൈനായും അല്ലെങ്കിലും ഫോട്ടോ പതിക്കൽ നിർബന്ധമില്ല. ഫോട്ടോ മാറ്റണം എന്നുണ്ടെങ്കിൽ മാത്രം മാറ്റി പതിപ്പിച്ചാൽ മതി. അതേസമയം 5 ലക്ഷത്തിലധികം പേർ ഈ പട്ടികയിൽ നിന്ന് പുറത്താകുമെന്ന കണക്ക് ആശങ്കയേറ്റിട്ടുണ്ട്. നേരത്തെയും SIRനെതിരെ പ്രചരിച്ചിരുന്നതുപോലെ വോട്ടർമാരെ BJPക്ക് വേണ്ടി പട്ടികയിൽ നിന്ന് വെട്ടിമാറ്റുന്നതിനാണ് ഇതെന്ന പ്രചാരണത്തിന് ബലം പകരുന്നതാണ് ഈ റിപ്പോർട്ട് എന്ന ആക്ഷേപവും ശക്തമാണ്. പക്ഷേ ഇക്കാര്യത്തിന് സ്ഥിരീകരണമൊന്നുമില്ല. അതുകൊണ്ട് തന്നെ അതിൽ ഊന്നൽ കൊടുക്കുന്നില്ല. എത്രയും പെട്ടെന്ന് നിങ്ങളുടെ BLOയുമായി ബന്ധപ്പെട്ട് നിങ്ങളുടെ SIR ഫോം ഫിൽ ചെയ്യാൻ ശ്രമിക്കുക. ഒരുപക്ഷെ ഫോം കിട്ടിയിട്ടില്ല എങ്കിൽ ഓൺലൈനായി ഈ ഫോം ഫിൽ ചെയ്യാൻ ശ്രമിക്കുക.